പരാതിക്കാരൻ പ്രസാദ് കുഴിക്കാലയുടെ മൊഴിയെടുത്തു. കേസ് പിൻവലിച്ചതായി അറിയില്ല എന്ന് പ്രസാദ് കുഴിക്കാല പറഞ്ഞു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നവർ തന്നെ ഇങ്ങനെയൊരു പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കുക, അതിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനവും പരിഹാസവും ഒക്കെ നിരന്തരം തുടരുന്നുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഈ വിഷയം സജീവമായി തന്നെ പ്രതിപക്ഷം ഏറ്റെടുക്കുന്ന സാഹചര്യം രാഷ്ട്രീയമായും നിയമപരമായും തുടർന്ന് തിരിച്ചടി ഉണ്ടാകും എന്ന വിലയിരുത്തലിൽ കൂടിയല്ലേ ഇങ്ങനെ ഒരു യു ടേൺ? മനീഷ് മഹിപാൽ. റിജിത്ത്, ആദ്യം പാർട്ടിയും സർക്കാരും ഈ പരാതി അനുഭാവപൂർവ്വം കണ്ടു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആണിക്കല്ല ഈ ഗാനം മാറി എന്ന വിലയിരുത്തൽ പല പാർട്ടി ഫോറത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പരാതി വന്ന സമയത്ത് അനുഭാവപൂർവ്വമായി പരിഗണിച്ചുകൊണ്ടാണ് കേസെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. പരാതി ADGPക്ക് കൈമാറിയത്. ഒപ്പം തന്നെ ഈ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പിന്നീട് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഇത് ഷെയർ ചെയ്യുന്ന ആളുകൾക്കെതിരെ കേസെടുക്കാൻ കൂടിയുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ അങ്ങനെ കൈക്കൊണ്ടത്. പക്ഷേ പിന്നീട് പാർട്ടിക്കകത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ കാര്യങ്ങളാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പിന്നീട് പാർട്ടിക്കകത്ത് തന്നെ ഉയർന്ന സാഹചര്യത്തിലാണ് അതൊരു യു ടേൺ, നിലവിൽ ഈ കേസിൽ നിന്ന് യു ടേൺ എടുക്കുന്നത്. അതായത് നിലവിൽ ADGP എല്ലാ പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് ഷെയർ ചെയ്യുന്നവർക്കെതിരെയുള്ള കേസ് എടുക്കുന്നത് വേണ്ട, തൽക്കാലത്തേക്ക് വേണ്ട. ഒപ്പം തന്നെ നിലവിലെടുത്ത കേസിൽ ഒരു മെല്ലെപ്പോക്ക് എന്ന രീതിയിലേക്ക് പോകാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ പരാതിക്കാരന്റെ നിലപാട് പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ ഇനി കോടതിയിലേക്ക് പോകുമെന്ന രീതിയിലാണ്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, അതേ മറിച്ച് ഇത് അയ്യപ്പന്റെ ഇതൊരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ്. വളരെ മനോഹരമായ ഒരു ഗാനത്തെ, ഭക്തിഗാനത്തെ വികലമാക്കുന്നതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ രീതിയിൽ ഈ ഗാനത്തെ കാണാൻ കഴിയില്ല എന്ന നിലപാടാണ് പരാതിക്കാരനൊപ്പം തന്നെ തിരുവാഭരണ പാത സംരക്ഷണ സമിതിക്കുമുള്ളത്. അങ്ങനെ CPM-ന് അതേ നിലപാട് തന്നെ ഉണ്ട്. പക്ഷെ തൽക്കാലം ഈ വിഷയം തൊടണ്ട, ഇത് തൊട്ടാൽ പൊള്ളുന്നതാണ്. ശബരിമല വിഷയം പോലെ നമ്മളിത് ഈ വിഷയത്തിൽ തൊട്ടാൽ അത് വഷളാകുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാം. അതിനെ ഗൗരവത്തിലേക്ക് എടുത്താലായിരിക്കും അത് വലിയ രീതിയിൽ വലുതായി അത് തിരിച്ചടിക്കുന്ന ഒരു ബൂമറാങ് പോലെ തിരിച്ചടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഈ കേസിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ഈ കേസിനെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് UDF. ഇതിനെതിരെ മെറ്റയ്ക്ക്, അതായത് ഇതിനെതിരെയുള്ള എല്ലാ തരത്തിലുമുള്ള തടയൽ രീതികൾ ഉണ്ടാവുകയാണെങ്കിൽ മെറ്റയ്ക്ക് പരാതി കൊടുക്കുന്ന നടപടികളിലേക്ക് അടക്കം പ്രതിപക്ഷ നേതാവ് എത്തി. വരും ദിവസങ്ങളിൽ ഈ പാട്ട് പാടിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന K മുരളീധരൻ അടക്കമുള്ള നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. BJP ഇതൊരു ഈ ഗാനം അവരുടെ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ഈ പാട്ട് വലിയ ചർച്ചാ വിഷയമാക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് സർക്കാരിന്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ തൊട്ട് വലുതാക്കേണ്ട എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പാർട്ടിക്കും സർക്കാരിനും ഉള്ളത്. ശരി, മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പാരഡി ഗാനത്തിനെതിരെയുള്ള നിലപാടിൽ മലക്കം മറിയുകയാണ് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ നേതൃത്വവും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന പാർട്ടിയല്ല CPM എന്നാണ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ ഇന്നത്തെ പ്രതികരണം. പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയവർക്ക് CPM-വുമായി ബന്ധമില്ല എന്നും രാജു എബ്രഹാം പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പാർട്ടി ഇടപെടുന്നു. പാർട്ടി അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും ഇടപെടുന്നൊരു പാർട്ടിയല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് CPM, ഇടതുപക്ഷം. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ന് അക്കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ്. പാരഡി സംബന്ധിച്ച് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് പാർട്ടിയല്ല. പാരഡി സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പാരഡി സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സമിതിയാണ്. അത് പാർട്ടിക്ക് അതുമായിട്ട് ബന്ധമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.